ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കണ്ടാവും വൈശാട്ടൻ പേടയ്ക്ക് സ്റ്റൈലിഷ് ലുക്കിലെന്നല്ലേ? വെറുതെയാണ്. ഈ കൂളിംഗ് ഗ്ലാസ് കൂടെ ഊരി ഞങ്ങൾ പേടിക്കും. കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കണ്ണിൽ കുറേ ചോരണ്ട് തോന്നുന്നു. കണ്ണിൽ നന്നായി ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണ് സൂക്കേടാണെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതല്ല, അത് വേറെയാണ്. കണ്ണിന് വയ്യെങ്കിൽ ഓട്ടോ വിളിച്ച് പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല വൈശാട്ടൻ. ഞാൻ ഓടിച്ച് പോയിക്കോളും, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. പക്ഷേ കണ്ണ് കണ്ട് ശരിക്കും ഞങ്ങളൊക്കെ പേടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിത് എൻ്റെ കണ്ണിൻ്റെ അസുഖം കണ്ടുപിടിച്ച് ഒരു 1.5 മാസം ഇവിടെ ഒരു കുഞ്ഞു കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോകാൻ കേട്ടോ. കാരണം ഏട്ടൻ കാണിക്കുമ്പോൾ നമ്മളായിട്ട് കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ? റിസപ്ഷനിലൊക്കെ മുപ്പത് നിൽക്കുന്നുണ്ടാ തോന്നുന്നു. ഏതോ റിസോർട്ടിലൊക്കെ റൂം എടുക്കാൻ വന്ന് നിൽക്കുന്ന നിപ്പാണ്. ആശുപത്രിയിൽ ടോക്കൺ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി കണ്ണ് സൂക്കേടായാലും വേണ്ടിയില്ല, വേറെ എന്തായാലും വേണ്ടിയില്ല, സ്റ്റൈലിന് ഒരു കുറവില്ല കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ആടി ഇവിടെയൊക്കെ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നിൽക്കേണ്ട ഇടയ്ക്ക് കണ്ണാടിയിലൊക്കെ പോയി ഗ്ലാമർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുവള്ളിയുള്ള ഒരു ഐ കെയർ ഹോസ്പിറ്റലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഇളയമേനെയൊക്കെ കാണിക്കലും. അപ്പോഴാണ് ഞാൻ അവിടെ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈശേട്ടാ ഇവിടെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വന്നൂടേന്ന്. ഏട്ടൻ പറഞ്ഞു, ഷൂട്ട് ചെയ്യാനൊക്കെ വരാൻ, വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടിയേ വരില്ല എന്ന്. അപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയിട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് നല്ല ലൊക്കേഷൻ കണ്ടാലും ഞാൻ അതേ ചോദിക്കുള്ളൂ. ഞാൻ അപ്പോഴും എൻ്റെ കണ്ണിലെ കുരു തേടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈശാട്ടിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞാൽ കേൾക്കൂല, കൂളിംഗ് ഗ്ലാസ് ഒക്കെ പറഞ്ഞാൽ കേൾക്കൂല, അടുത്തേക്കുള്ളതൊക്കെ അങ്ങനെ ബൈക്ക് എടുത്തങ്ങോട്ട് പോകും. അങ്ങനെ ഏട്ടൻ്റെ കണ്ണിൽ കൃഷ്ണമണിയിൽ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഉണങ്ങണ വരെ നന്നായി കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സജി നന്നായി മുതലെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിലത്തേക്ക് ഇറങ്ങൂല, അങ്ങോട്ട് ഇറങ്ങൂല, ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലൂനും തുമ്പിക്കും ഞാൻ ഓരോ മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ച് വരുത്താണ്. കണ്ടില്ലേ? ഇതൊക്കെ സാധാരണ ഏട്ടനാണ് ചെയ്യല്, ഞാൻ കാറിലേന് ഇരിക്കല്ലോ കേട്ടോ. ഇപ്പോൾ നേരെ തിരിഞ്ഞ് എങ്ങനെയുണ്ട്? മുതലെടുക്കുകയാണല്ലേ സജി? മനുഷ്യരെ കൊണ്ട് ഓരോ പണിയെടുപ്പിക്കുന്നത് ഇത് മുതലെടുക്കാണല്ലേ സജി? ആ കൈവെള്ളൊന്ന് വെടുക്കാൻ കട്ടെ കുഞ്ഞാവ കുച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന പണിയാ. വല്ലപ്പോഴൊക്കെ അറിയേ വണ്ടിയിലിരിക്കലല്ലേ, തള്ളയും മക്കളോടെ വണ്ടിയിലാക്കിയിരിക്കൂ. ഞാൻ കൊണ്ടു തരണോ? അല്ല, സംഭവം നിങ്ങൾ കണ്ണിൽ കൈ കുത്തി കരടാക്കിയിട്ട് കണ്ണ് മൂർത്ത് വെച്ചിട്ട് ഇന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പരിപാടിയല്ലേ? ഇനി കുറച്ച് ദിവസം കുട്ടികളെ നോക്കണ്ട, എന്ത് സുഖമായി. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഒന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കണം 2 ദിവസം കൊണ്ട് ഞാൻ ശരിയാക്കി കുട്ടികളങ്ങ് തരൂ. മൂപ്പര AC കുത്തിരുന്നിട്ട് ജ്യൂസിന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഇതായി നട്ടക്കുന്തിരി വെയിലത്ത് ജ്യൂസും വാങ്ങി വരിക. അങ്ങനെ ഇതാ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് റസ്റ്റ്, ഇനി മൂപ്പര പ്രവർത്തനം കാണാം. അങ്ങനെ വീട്ടിലെത്തിപ്പോൾ ഈ കത്തിവേഷം കണ്ട ശരിയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഇനി വൈശാഖേട്ടൻ ഇതിവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരാം ഗൈസ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.